ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണാനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് കേൾക്കാനുള്ളതാണ്. ഓക്കെ, മെസ്സേജ് മെൻറ്റ് ടു ഫൈൻഡ് യു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജാണ്. ഓക്കെ, എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സ്പിരിറ്റിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. ഓക്കെ, മെസ്സേജ് മെൻറ്റ് ടു ഫൈൻഡ് യു എന്നുള്ളതാണ് എനിക്ക് മനസ്സിൽ വന്നൊരു കോൺസെപ്റ്റ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഗൈഡൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. മെസ്സേജ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്നൊന്ന് പറയൂ സ്പിരിറ്റ്. മെസ്സേജ് മെൻറ്റ് ടു ഫൈൻഡ് യു എന്നാണ്. താങ്ക് യു, വൺ മോർ ടൈം ചെയ്യാം. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ്. എല്ലാവരും ഒരു കാര്യം പറഞ്ഞോട്ടെ. ആക്ച്വലി എനിക്ക് ജലദോഷമുള്ളതൊക്കെ ഓൾറെഡി മനസ്സിലാവുന്നുണ്ടാവും. വേറെ ചെയ്യുക തൽക്കാലം. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരുന്നത് കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സിൽ വരുന്ന മെസ്സേജസ് ഞാനങ്ങ് ചെയ്തു പോകുന്നതാണ്. ഒന്നും തോന്നരുതേ. ടു കോയിൻസ് വരുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ഡെപ്തിൽ, അതായത് കുറച്ചുകൂടെ ഇൻഫർമേഷൻ എടുക്കുക. ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 2 കമ്പനീസിനെ കുറിച്ച് നിങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഏതാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ഡെഫിക്ഷൻസ് ഒന്നും അതല്ല. എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കുഞ്ഞിനെ വിചാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹെൽത്ത് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഓൾറെഡി നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വെറീഡ് ആവണ്ട. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കുഞ്ഞിന് വരുന്നുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ മെസ്സേജും കൂടി ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ എനിക്കിതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ ഇതൊരു ഭാലു ബെയറിൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ആ പുള്ളിക്കാരത്തി ആ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഞ്ഞിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ബെയറിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് തോന്നും ലൈക്ക് ഇല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ബേർഡൻ ആയി പോകുന്നുണ്ട് എന്നൊക്കെ. അല്ല, നമുക്കത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലാത്ത ഒരു ടഫ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ തരില്ല. ഓക്കെ, അതെപ്പോഴും നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശരിയാണ്, നമ്മുടെ ലൈഫിൽ തന്നിരിക്കുന്ന ഓരോ കാര്യത്തിനും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമുക്ക് തരുള്ളൂ. ഇൻഡ്യൂഷൻ. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ കേട്ടോ. ഫസ്റ്റ് കിട്ടിയ മെസ്സേജ് ഇതാണ്, ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പോലെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇൻഡ്യൂട്ടീവ് ഫീലിങ്സ് കിട്ടും. 333 ആണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പർ. സോ ഇൻഡ്യൂഷൻ ഫീലിംഗ് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വേണ്ടതൊരു കൺഫ്യൂഷനാണ്. എന്താ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനാണ് എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം. മെഡിറ്റേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് ഇത്രയും നേരം ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, ജസ്റ്റ് അത് ഭയങ്കര നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആണ്. ചിലർക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. കുക്ക് ചെയ്യുന്ന അതൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ അതിനകത്ത് മുഴുകയാണ്. നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ കാർഡ്സ് വരുമ്പോൾ ഞാൻ മെയിൻലി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. നമ്മൾ ഇപ്പം ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ ഈ മൊമെൻറ്റിൽ, കാരണം നമ്മുടെ ഈ മൊമെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, നമ്മുടെ പാസ്റ്റ് നമുക്ക് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പാസ്റ്റ് എന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. റിഗ്രറ്റ് ചെയ്യാം എന്നുള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രയോജനമില്ല. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ
നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മൊമെൻറ്റ്സ്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഇത് എൻ്റെ മൊമെൻ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെസ്സേജ് ഞാൻ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ഒരു സമയത്ത് ഇത് എൻ്റെ പാസ്റ്റാണ്. ഓഫ് കോഴ്സ് നാളെ 2 ദിവസം കഴിയുമ്പോഴല്ല, നാളെ ആകുമ്പോൾ ഇതെൻ്റെ പാസ്റ്റാണ്. അപ്പം ഞാൻ പാസ്റ്റിൽ ചെയ്ത ഇതെനിക്ക് ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം സ്പിരിറ്റ് ഗൈഡ്സ് തരുന്ന ആ സ്പിരിറ്റ് മെസ്സേജസ് എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നു. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു എനർജി സ്പിരിറ്റ് തരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്ന ഒരാളാണ്. അത് മാത്രമല്ല, പറഞ്ഞ പോലെ ഇതെല്ലാം എൻ്റെ ഫാമിലിക്ക് നമ്മൾ പറയില്ലേ, നമ്മൾ ഇതെല്ലാം എനർജി എക്സ്ചേഞ്ച് ആണ് ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ സ്പിരിറ്റ് ഗൈഡ്സ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെയും അതുപോലെ. നിങ്ങളുടെ ലൈഫിലും എല്ലാ സപ്പോർട്ട്സും ബ്ലെസ്സിങ്സും ഒക്കെ വരട്ടെ, ഭയങ്കര സൂപ്പർബായി വരട്ടെ കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ്. എന്തോ എനിക്ക് ആ ഒരു മനസ്സിൽ ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. കപ്സ് ഹാപ്പി ഫാമിലിയുടെ വൈബാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ഹെൽത്ത് വൈസ് ആണെങ്കിലും അല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ, പക്ഷേ ഇതുവരെയും കുഞ്ഞായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷൻ മെസ്സേജാണ്. നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആവുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്, എസ്പെഷ്യലി കുഞ്ഞിൻ്റെ എനർജി. കാരണം ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് കുഞ്ഞുണ്ട്. ഇവിടെയും എനിക്ക് ഈ കുഞ്ഞിനെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ റിയാലിറ്റിയിൽ വരുന്നില്ല. ഓക്കെ, അധികം താമസിയാതെ നിങ്ങൾ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസി എന്താ പറയുക റിയാലിറ്റിയിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്ലസ് എനിക്ക് പറയാനുള്ള കാര്യം, പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് തോട്ട്സ് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും സബ് കോൺഷ്യസ്ലി ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പം ആ തോട്ട്സ് പലപ്പോഴും എന്താ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ പല രീതിയിൽ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും. അപ്പം എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് എടുക്കുക. ലൈക്ക് നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പം പേടിയാണ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ എന്നാലും ഇപ്പോൾ പൂളിലൊക്കെ ഞാൻ ഒരുവിധം ഇറങ്ങും. പക്ഷേ എനിക്ക് പണ്ട് മുതലേ എൻ്റെ വീടിനടുത്ത് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അങ്ങോട്ട് പോണ വഴിക്കെല്ലാം ഞാൻ ആലോചിക്കുന്ന കാര്യം, ഈശ്വര ഞാനിവിടെ പൊളന്നു പോയിട്ട് ഞാനെങ്ങാനും പുഴയല്ല, അവിടെ ഒരു കുളമാണ്, ആ കുളത്തിലെങ്ങാനും വീണ് പോയാലോ. അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു ഫോബിയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ നീന്തൽ പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ അത് കാലക്രമേണ ഈ പറഞ്ഞ പോലെ നമ്മളത് ഫേസ് ചെയ്യുക, നമ്മുടെ ടെൻഷൻ എന്താണെന്നത് ഫേസ് ചെയ്യുക. അപ്പം അതിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കോ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ മെസ്സേജാണ്. എന്തെങ്കിലും ഫിയർ നിങ്ങളുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫിയർ എന്താണെന്ന് വെച്ചാൽ അത് ഫേസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ തരും. നമുക്ക് അതിനൊരു ധൈര്യം തരും, നമ്മുടെ മനസ്സിലെ ഫിയറിനെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ, മനസ്സിലെ ധൈര്യം. ഓൾറൈറ്റ്, ഓക്കെ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് അല്ല, പേജ് ഓഫ് കപ്സാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എസ്പെഷ്യലി പേജ് ഓഫ് കപ്സിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഇമോഷണലി ഹാപ്പി ആക്കുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ വിചാരിക്കില്ലേ ഈ കാർഡ്സിൽ ഈ പറഞ്ഞ ഒരു ക്വാണ്ടം ജെമ്മാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമായിരിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യം വിട്ട് കളഞ്ഞിട്ടുണ്ടാകും, ഇനി അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടെ റാബിറ്റിൻ്റെ എനർജി എന്ന് പറയുമ്പം റാബിറ്റ് ചാടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയല്ല ചെയ്യുന്നത്, ചാടുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫിലൊരു ക്വാണ്ടം ജെം എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കരമായൊരു കുതിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കാണുന്നത്. പിന്നെ ഡിസിഷൻ എടുക്കാനായിട്ട് ഞാൻ പെൻറ്റക്കിൾസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഡിസിഷൻ എടുക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും ഡിസിഷൻ എടുക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും പർട്ടിക്കുലർലി ഒരു പർട്ടിക്കുലർ പേഴ്സണുണ്ട്, അവർ പറയുന്നതൊക്കെ പെട്ടെന്ന് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഹർട്ട് ചെയ്യുമെന്നൊന്നും വിചാരിക്കാണ്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി കൊടുക്കാതിരിക്കുക. കാരണം ഈ പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഓക്കെ
എനർജി കൊടുക്കരുത്. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് പ്രഷ്യസ് ആണ്, വാല്യുബിൾ ആണ്. അപ്പോൾ അതുപോലെ അത് മാക്സിമം മനസ്സിൽ വെച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ. ഓക്കെ, ഓൾ റൈറ്റ്. നമുക്ക് നോക്കാം ഫർദർ എന്താണ് മെസ്സേജ് നിങ്ങൾ ആസ് ഓഫ് നൗ അറിയേണ്ടതെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ട അടുത്ത് ഇവരറിയേണ്ട മെസ്സേജസ് എന്താണെന്നുള്ളത്. ഫർദർ മെസ്സേജ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. ഫർദർ മെസ്സേജ് എന്താണ് സ്പിരിറ്റ് ഇവരറിയേണ്ടതായിട്ടുള്ളത്? ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. വാട്ട് വാസ് വൺസ് ലോസ്റ്റ്, ഞാൻ പറഞ്ഞേ പാസ്റ്റിലത്തെ എന്തോ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വിട്ട് കളഞ്ഞ കാര്യം. വാട്ട് വാസ് വൺസ് ലോസ്റ്റ് ഈസ് അബൌട്ട് ബി ഫൗണ്ട്. താങ്ക്സ് ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഫെയറി. സംടൈംസ് ഷി ക്യാൻ ഹെൽപ്പ് അസ് ഫൈൻഡ് തിങ്സ് വി നെവർ എവർ റിയലൈസ് വെയർ ലോസ്റ്റ്. നമുക്ക് മനസ്സിലാവാൻ പോലും ചെയ്യാത്ത ലോസ്. അതായത് നമ്മൾ പറയില്ലേ, ചിലത് നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ നമുക്ക് പോലും മനസ്സിലാവില്ല ലൈക്ക് അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ന്യൂ ബിഗിനിങ്സ് ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ് ഭയങ്കര ഒരു തീമായിട്ട് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ പറഞ്ഞ പോലെ അത് ഒരു 100% എന്താ പറയുക, ഒരു കൺഫർമേഷനാണ്. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ക്ലെയിം ചെയ്യണേ ന്യൂ ബിഗിനിങ്. ഐ ആം ക്ലെയിമിങ് മൈ ന്യൂ ബിഗിനിങ്. ഐ ആം ക്ലെയിമിങ് മൈ ന്യൂ ബിഗിനിങ്. പ്രഷ്യസ് ടൈം. ദി ഫെയറി ഓഫ് ടൈം വാണ്ട്സ് യു ടു എക്സ്പീരിയൻസ് എവറി മൊമെൻറ്റ് ഫുള്ളി. പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷയിലേക്ക് കാർഡ് കിട്ടുന്നത്. ആൻഡ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ പ്രഷ്യസ് ടൈം. ബി മൈൻഡ്ഫുൾ നോട്ട് ടു വേസ്റ്റ് അതേഴ്സ് ടൈം ഈതർ. ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ സമയം നഷ്ടപ്പെടുന്നത് നമ്മളറിയില്ല, മറ്റുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അറിയില്ല. ഏഞ്ചലിൽ പറയുന്നത് ഡെഫിനറ്റ്ലി അത് ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യുന്നതിനെക്കുറിച്ച് മൈൻഡ്ഫുള്ളായിരിക്കുക. നിങ്ങളുടെ തോട്ട്സിനെ കുറിച്ചും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനെക്കുറിച്ചും മൈൻഡ്ഫുള്ളായിരിക്കുക. Hidden depths. Something hidden is about to come to light, perhaps a secret or memory at the back of your mind. When we expose what's hidden, we can become free. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് യുവർ ഫിയർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഏതോ ഒരു കാർഡ് കണ്ടപ്പോൾ. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫിയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സബ് കോൺഷ്യസ് ആണ്. സബ് കോൺഷ്യസിൻ്റെ കാർഡ്, മൂൺ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് തോട്ട്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യം എന്താണ് പുറത്ത് വരുന്നത് വരട്ടെ. പലതും പുറത്ത് വരുമ്പോഴാണ് നമുക്കത് ക്ലിയർ ചെയ്ത് ക്ലെൻസ് ചെയ്ത് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം മനസ്സിൽ വെച്ച് തന്നെ മുന്നോട്ട് പോവുക. വാവ്, മെസ്സേജസ് ഒക്കെ ഒരു രക്ഷയില്ല. ഗോ ഔട്ട് സൈഡ്. It's time to go outside. Turn it into the powerful piece of nature. Whatever you are, and feel at one with your habitat. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അതായത് പലരും ഈ പറഞ്ഞ പോലെ നമുക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, നേച്ചറായിട്ട് കണക്ട് ചെയ്യുക. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് നേച്ചറിനകത്തൂടെ നടക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഫീൽ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. ഭയങ്കര നല്ലതായിരിക്കും. നേച്ചർ സൈൻ. ബി റിസെപ്റ്റീവ് ടു സട്ടിൽ മെസ്സേജ് ഫ്രം നേച്ചർ ആസ് യു ഗോ അബൌട്ട് യുവർ ഡേ. Nature talks to us continually. We need only open our hearts and minds. ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഗോ ഔട്ട്സൈഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നമുക്ക് പല പല സൈൻസ് കിട്ടും നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ. കാരണം ബട്ടർഫ്ലൈസ്, നിങ്ങളുടെ പർട്ടിക്കുലർലി ആരെങ്കിലുമൊക്കെ ബട്ടർഫ്ലൈസ് കാണുകയാണെങ്കിൽ അതൊരു സൈനാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നു. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നു എന്നുള്ളൊരു സൈൻ. അപ്പോൾ ഒരുപാട് സൈൻസ് നേച്ചർ തന്നെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതിനെ ഉൾക്കൊണ്ട് എന്താ പറയുക, ആ ചേഞ്ചസിനെ, അതായത് ഇതൊക്കെ വുമൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫൈനൽ മെസ്സേജ് ഈസ് ന്യൂ ബിഗിനിങ് ഗൈസ്. ദ ഫെയറി ഗോഡ് മദർ heralds the joyous news of a new baby or the birth of a cherished idea. Protect and nurture your ideas as your baby. All right. ഞാനിവിടെ രണ്ടിടത്ത് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ഫാക്ടർ കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിവീൽ ചെയ്യേണ്ട. ഓക്കെ, എല്ലാവരും ഒരുപോലെ പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാവണമെന്നില്ല. സോ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പർട്ടിക്കുലർലി ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ഫുൾ സെറ്റ് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആവുമ്പോൾ മാത്രം അത് എന്താ പറയുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മളെപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ ഒരു ബേസ് വെക്കുക, ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. മെസ്സേജ് മെൻറ്റ് ടു ഫൈൻഡ് യു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇത്രയും പോസിറ്റീവ് മെസ്സേജസും അതുപോലെ തന്നെ ഇത്രയും എന്താ പറയുക
ഇൻ ഡെപ്ത് മെസ്സേജ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എനിവേ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. നമ്മളിപ്പോൾ 700 അല്ല 800+ ഫാമിലിയാണ്. ഒരുപാട് സന്തോഷം എല്ലാവരും കണക്ട് ചെയ്യുന്നതിലും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതിലൊക്കെ സന്തോഷം. നമുക്ക് ഇനിയും സ്പിരിച്വൽ റീഡിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻ ഡെപ്ത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.